أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقنا السماء والأرض وما بينهما لاعبين. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1031 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹവൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഭൂമുഖത്തെ മനുഷ്യ ജീവിതത്തിലെ മനുഷ്യന്റെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള മനുഷ്യര് നേരിടുന്ന അസ്തിത്വ സംബന്ധമായ വളരെയേറെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന അത്യന്തം ശ്രദ്ധേയവും പ്രാധാന്യവും അർഹിക്കുന്ന ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ് സൂറത്തുൽ അംബിയയിലെ 16 മുതൽ 18 വരെയുള്ള നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകൾ. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ നടന്നു വരുന്ന ആ പ്രഭാഷണത്തിന്റെ അതിലടങ്ങിയിട്ട് അതിന്റെ ഉള്ളടക്കവുമായി നേരിട്ട് ബന്ധമുള്ള അതിന്റെ തുടർച്ചയായി തന്നെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ വളരെയേറെ പ്രാധാന്യമുള്ള ചില ഗാംഭീര്യമുള്ള ആശയങ്ങളാണ് നമുക്ക് ഈ ആയത്തുകളെ വ്യത്യസ്തമാക്കുന്ന വിധത്തിൽ കാണാൻ സാധിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് അവരെ നിയോഗിച്ച പ്രദേശങ്ങളില് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും വിശേഷിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നപ്പോ ആളുകൾ സ്വീകരിച്ച ഒരു നിലപാടിനെ കുറിച്ചാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായത്. ഇപ്പോ മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ തള്ളിക്കളയുകയും അദ്ദേഹം നമ്മളെപ്പോലെയുള്ള വെറും ഒരു മനുഷ്യൻ മാത്രമല്ലേ, എന്നിട്ടും അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഭിചാരക്രിയയിൽ ചെന്ന് പെട്ടുപോവുകയാണോ നിങ്ങൾ എന്നാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നത്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനത്തിൽ ആ ജീവിത ദർശനം അടങ്ങുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളായ ആയാത്തുകൾ കേൾപ്പിക്കപ്പെട്ടപ്പോ ബുദ്ധിപരമായി സത്യസന്ധത നിലനിർത്തി പോരുന്ന ആളുകൾ അതിലെളുപ്പം ആകൃഷ്ടരായി എന്നതാണ് സത്യം. എന്നാൽ ജനങ്ങൾ അതിൽ ആകൃഷ്ടരാകുന്നു, അതിലേക്ക് പാഞ്ഞടുക്കുന്നു എന്നത് കാണുന്നത് മക്കയിലെ പ്രമാണിമാരെയും പ്രമുഖരെയും ഒക്കെ ആഴത്തിൽ തന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അവരതിനുള്ള കാരണമായിട്ട് പലതും കണ്ടെത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണവിദ്യ അല്ലെങ്കിൽ ജാലവിദ്യ അതും അല്ലെങ്കിൽ ആഭിചാരക്രിയയൊക്കെ ചെയ്തുകൊണ്ട് ആളുകളെ തന്റെ സംസാരത്തിന്റെ വശ്യത കൊണ്ട് അവരെ വശീകരിച്ചെടുക്കുകയാണ്. അത് കേവലം ആഭിചാരക്രിയ മാത്രമാണ്. ഇയാൾ വെറും നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയുള്ള വിശദീകരണം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിക്കുന്ന ആയാത്തുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആണ്ടിറങ്ങുന്ന ആ ഒരു സാഹചര്യത്തെ നേരിടാൻ ശ്രമിക്കുകയാണ് അവർ. ആ സമൂഹത്തിനോട് അള്ളാഹു പിന്നിട്ട കാലങ്ങളിൽ പല സമൂഹങ്ങളെയും പല നാടുകളെയും നാം നശിപ്പിക്കുകയുണ്ടായത് എന്തിന്റെ പേരിലാണ് എന്നൊരു കാര്യമാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായത്. അവര് ദൈവിക ശിക്ഷ, ദൈവിക നടപടിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ അവരുടെ നാടുകള്, അവരുടെ സുഖാഡംബര കേന്ദ്രങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് ഓടിപ്പോവുകയാണ്. അള്ളാഹു അവരോട് പറയുന്നത് ലാ തർക്കുലു വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനികും, നിങ്ങൾ ഓടല്ലേ, ഓടിപ്പോകല്ലേ, നിങ്ങളുടെ സുഖാഡംബര കേന്ദ്രങ്ങളിലേക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്കും ഒക്കെ നിങ്ങൾ തിരിച്ചു പോകൂ. ലഅല്ലക്കും തുസ്അലൂൻ, പലരും നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളെ തിരക്കി വരുന്നുണ്ടാവും, അവിടെ നിങ്ങളെ അവര് ചോദിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അത്ര ധൃതിയിൽ അങ്ങ് പാഞ്ഞു പോകല്ലേ എന്നാണ് അവർക്ക് കേൾക്കാനായ ഒരു അശരീരി. എന്നാൽ അവര് ആ കേട്ടതും കേൾക്കാത്തതും ഒന്നും, അല്ലെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന അവസ്ഥയിൽ അവര് പറയുന്നത് ഇന്നാ കുന്നാ ളാലിമീൻ, കഷ്ടം, നമ്മള് മഹാഭാഗ്യദോഷികളായി പോയല്ലോ, ഞങ്ങൾ പെരും കുറ്റവാളികളായി പോയല്ലോ എന്നാണ് അവര് സ്വയം തെറ്റ് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുന്നത്. പക്ഷെ അത് വളരെ വൈകിപ്പോയ ഒരു നേരത്താണ്. ആ തിരിച്ചറിവ് കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല. അവര് തുടച്ചു നീക്കപ്പെട്ട അല്ലെങ്കിൽ വെട്ടിനിരത്തപ്പെട്ട വൈക്കോല് പോലെ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ കറ്റ പോലെ വെട്ടിയിടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആകുന്നതുവരെ നിശ്ചലമായി ജീവന്റെ തുടിപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അവർ ചതഞ്ഞരയുന്നത് വരെ അവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന, അവരുടെ ആർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇത് തന്നെയാണ്, യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്നാണ്. അപ്പൊ ഇതാണ് നമ്മള് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് വായിച്ച ആയാത്തുകളിൽ ഉണ്ടായിരുന്ന അതിന്റെ ഉള്ളടക്കം. അതിനെ തുടർന്ന് വളരെ മൗലികമായ ഒരു ധാരണ ജീവിതത്തെക്കുറിച്ച് മനുഷ്യന് പകർന്നു കൊടുക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ തുടർന്നുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. വലിയ പ്രാധാന്യമുള്ള ഒരു അട്ടറൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. വമാ ഖലഖന സ്സമാഅ വൽ അർള, എന്താണ് കൂട്ടരെ നിങ്ങൾ കരുതിയത്? ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിക്കുകയുണ്ടായത്, വമാ ബൈനഹുമ, അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിക്കുകയുണ്ടായത് ഒരു തമാശയായിട്ട്, ലായിബീനായിട്ടല്ല, നമ്മളൊരു കളിയായിട്ട്, ഒരു പൊളി വർത്തമാനത്തിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഒരു തമാശയായിട്ട്
ഒന്നും ചെയ്ത ഒരു കാര്യമല്ല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. വളരെ ഗൗരവമുള്ള ഉദ്ദേശവും പദ്ധതിയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ പുറകിലുണ്ട്. നമുക്കറിയാം, ഈ പ്രപഞ്ച സാകല്യത്തിന്റെ വളരെ വിസ്തൃതമായ, വളരെ വിശാലമായ അതിന്റെ സാധ്യതകളെ പഠനവിധേയമാക്കുവാനും അതിലടങ്ങിയിട്ടുള്ള ദൈവിക സൃഷ്ടിപ്പിന്റെ കൗതുകങ്ങളെ വായിച്ചെടുക്കുവാനും അവയെ ആഴത്തില് ഗവേഷണം ചെയ്തും പര്യവേഷണം ചെയ്തും ഒക്കെ കണ്ടെത്തുവാനും ഒക്കെ സാധിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത്തരം കഴിവുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. ഭൂമുഖത്ത് എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ഈ സാകല്യത്തിൽ തന്നെ അതിന്റെ സംവിധാനത്തെക്കുറിച്ച്, അതിന്റെ ക്രമീകരണത്തെക്കുറിച്ച്, അതിലടങ്ങിയിട്ടുള്ള കലാവൈഭവത്തെക്കുറിച്ച്, അതിലടങ്ങിയിട്ടുള്ള ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, പടച്ച തമ്പുരാന്റെ സൃഷ്ടിപരത, സർഗാത്മകത, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ആഴത്തില് പഠിക്കാനും വിലയിരുത്താനും ഗവേഷണം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വിധത്തിലുള്ള ബുദ്ധിപരമായ വൈഭവങ്ങള്, സാധ്യതകള്, സിദ്ധികള് ഒക്കെ നൽകപ്പെട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യന് മാത്രമാണ്. ഈ മനുഷ്യനോടാണ് അള്ളാഹു അവരുടെ തീർത്തും മൂഢമായ നിലപാടുകളെ പൊളിച്ചടക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നത്, വമാ ഖലഖന അസ്സമാഅ വൽ അർള വമാ ബൈനഹുമ ലാഇബീൻ. ആകാശങ്ങളെയും ഭൂമിയെയും, അല്ലെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിംഗുലറാണ്, സമാ എന്നാണ്. ആകാശത്തെയും ഭൂമിയെയും അതിന്റെ ഉപരിലോകത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത്, അതുപോലെ വമാ ബൈനഹുമ, ഇവ രണ്ടിനും ഇടയിലുള്ളതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളത് എന്ന് പറയുന്നതില് സകല ജീവജാലങ്ങളും മനുഷ്യരും ഇവിടെയുള്ള സകല പ്രതിഭാസങ്ങളും ഒക്കെ അടങ്ങിയതാണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ അതിനെ ഒന്നും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ഉദ്ദേശവും ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു പേർപ്പസും സെർവ് ചെയ്യുന്ന വിധത്തിലല്ലാതെ, വെറും കളിതമാശയായിട്ട്, നാം ഒരു കളിയിൽ താല്പര്യമുള്ള ആൾ എന്ന വിധത്തില്, വെറും ഒരു വിനോദ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ചെയ്തതല്ല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നത്. അവയ്ക്കിടയിലുള്ളതും സൃഷ്ടിച്ചത് അങ്ങനെ നാം ലാഇബീൻ ആയിക്കൊണ്ടല്ല. ലാഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നാണ് അർത്ഥം. ലാഇബ് എന്ന് പറഞ്ഞാൽ കളിക്കാരൻ, അതിന്റെ ബഹുവചനാണ് ലാഇബൂൻ. അതിന്റെ ഓബ്ജക്റ്റ് ഫോമില് മഫൂൽ ബിഹി രൂപമാണ് ലാഇബീൻ എന്നത്. അപ്പൊ നാം ഇതിനെ ലാഇബ് ആയിക്കൊണ്ട് അല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിൽ ഉള്ളതിനെയും ഒക്കെ ഒരു തമാശക്കളി ചെയ്യുക എന്ന വിധത്തിൽ സൃഷ്ടിച്ചതല്ല. ലൗ അറദ്ന അൻ നത്തഖിദ ലഹുവൻ ലത്തഖദ്നാഹു മിൻ ലദുന്ന ഇൻ കുന്നാ ഫാഇലീൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, നാം ഒരു കളിതമാശ ഇഷ്ടപ്പെടുന്ന വിധത്തില് വല്ല കളിക്കോപ്പും ഉണ്ടാക്കാം എന്ന നിലക്കാണ് അത് സൃഷ്ടിക്കാൻ മുതിർന്നിരുന്നതെങ്കിൽ നാം നമ്മുടെ പക്കൽ നിന്ന് തന്നെ ചില കളിക്കോപ്പുകളൊക്കെ ഉണ്ടാക്കി അതുമായി കളിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുമായിരുന്നു. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദം നൽകുന്ന എന്തെങ്കിലും കളിക്കോപ്പുകളുടെ ആവശ്യം ഉള്ളത് കൊണ്ട് സൃഷ്ടിച്ചതാണ് ഈ ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. മനുഷ്യന്റെ കൂട്ടത്തില് രണ്ട് നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒന്ന്, ജീവിതം വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടതും അതിനെ വളരെ ഗൗരവത്തോടു കൂടി സ്വീകരിക്കേണ്ടതും, അതിന് ജനനം, ജീവിതം, മരണം, അതിനെ തുടർന്ന് വളരെ ഗൗരവമുള്ള ചില ആഖിബത്ത്
തുടർന്നു വരാനുണ്ട് എന്ന് ബോധ്യമുള്ള ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ. അവര് ജീവിതത്തെ വളരെ പ്രാധാന്യപൂർവ്വം കാണും. അതിലെ ഓരോ നിമിഷവും അവര് പ്രയോജനകരമായ വിധത്തിലാണ് വിനിയോഗിക്കുക. അതിന് ഒരു അക്കൗണ്ടബിലിറ്റി വൈകാതെ തന്നെ നൽകേണ്ടതായിട്ട് വരും. ഇക്കാര്യത്തിൽ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഭവങ്ങൾ, നമ്മുടെ സമയം, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ കഴിവുകൾ, ഇതിന്റെയൊക്കെ എന്ത് പ്രയോജനമാണ് നാം നേടിയത് എന്ന വിധത്തിലുള്ള ഒരു പരിശോധന വൈകാതെ തന്നെ നടക്കാനിരിക്കുന്നു എന്ന ബോധത്തോടു കൂടിയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലര് ജീവിതത്തെ സമീപിക്കാറുള്ളത്. വേറെ ചിലരുടെ മനോഘടന പ്രവർത്തിക്കുന്നത് ജീവിതം അത് വെറും ഒരു കളിതമാശ മാത്രമാണ്, അതങ്ങനെ യാദൃച്ഛികമായിട്ട് നമുക്ക് ലഭിച്ചു, നമ്മൾ നമ്മളുടെ സമയവും സാധ്യതയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ സാധിക്കുന്നിടത്തോളം അതിന്റെ ആനന്ദവും സന്തോഷവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അത് ഒരു നാൾ അങ്ങ് തീരും. അതോടെ എല്ലാം തീർന്നു, പിന്നീടൊന്നുമില്ല. അതോടെ മരണം സംഭവിക്കുന്നതോടുകൂടി അതിന്റെ സകല കാര്യങ്ങളും അവസാനിച്ചു. ഇങ്ങനെ കരുതുന്നവര് ആണ് വേറെ ചിലര്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അതുപോലെ സന്തോഷിക്കാനും ഉള്ള ഒരു അവസരമാണ്. അതോടെ എല്ലാം കഴിഞ്ഞു, അതിനുശേഷം യാതൊന്നുമില്ല. യാദൃശ്ചികമായി വന്നു ചേർന്ന ഒരു ജീവിതം, അതിന്റെ പുറകിൽ എന്തൊക്കെ ആസൂത്രണങ്ങൾ ഉണ്ടെങ്കിലും അത് കേവലമായ ഒരു ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞു, അത് പരമാവധി ആസ്വദിച്ച് പ്രയോജനപ്പെടുത്തി അതിന്റെ ആനന്ദലഹരിയൊക്കെ ആസ്വദിച്ച് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ അതോടെ എല്ലാം കഴിഞ്ഞു എന്ന് കരുതുന്നവരാണ് ആളുകളിൽ പലരും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതൊക്കെ ഒരു തമാശക്കളി മാത്രമാണ്. അപ്പൊ നിങ്ങൾ കരുതുന്നത് ഈ ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള അതിസങ്കീർണമായ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ നാം സൃഷ്ടിച്ചത് ഒരു കളിപ്പാട്ട നിർമ്മാതാവിന്റെ ഒരു ആനന്ദം കണ്ടെത്താനുള്ള ഒരു ശ്രമം എന്നുള്ള നിലക്കാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ജീവിതത്തെ അത്ര വലിയ പ്രാധാന്യം ഉള്ള ഒരു സംഗതിയായിട്ട് കാണേണ്ടതൊന്നുമില്ല. മാത്രമല്ല, ആലോചിക്കാവുന്ന ഒരു സംഗതി, ഇവരുടെ കൂട്ടത്തില് ഒരു സ്പീഷീസിന് അസാധാരണമായ ബുദ്ധിയും കഴിവും ശരിയേത് തെറ്റേത് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയും, എന്നിട്ട് ശരി എന്ന് ബോധ്യപ്പെടുന്ന കാര്യത്തിന് വേണ്ടി നിലകൊള്ളുകയും തെറ്റ് എന്ന് തോന്നുന്ന കാര്യത്തിന് എതിരിലുള്ള നിലപാട് സ്വീകരിക്കുകയും അവര് രണ്ട് വ്യത്യസ്ത ചേരികളായി തിരിയുകയും പരസ്പരം പോരടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയാണത്? ഇങ്ങനെയുള്ള ഒരു അബദ്ധം അള്ളാഹു കാണിക്കുമായിരുന്നു. ഇതൊരു തമാശക്കളിയായിട്ടാണ് അള്ളാഹു കണ്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും ഒക്കെ ഈ പ്രപഞ്ച സംവിധാനത്തിലുള്ള സകലതും അള്ളാഹ് സൃഷ്ടിച്ചത് ഒരു കളിക്കോപ്പ് നിർമ്മാതാവിന്റെ മനോഘടനയോട് കൂടിയാണ് എങ്കിൽ കേവലം ആനന്ദം പകരുന്ന, അല്പനേരം സന്തോഷം പകരുന്ന, വിനോദത്തിന് ഉപകരിക്കുന്ന സംഗതികൾ എന്നുള്ള നിലക്കാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇത്ര ഗൗരവത്തിലുള്ള സംഘർഷങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും മനുഷ്യര് ചേരിതിരിഞ്ഞ് പോരടിക്കാനൊക്കെ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം, ഒരു അവസ്ഥ സൃഷ്ടിക്കേണ്ടതുണ്ടായിരുന്നില്ലല്ലോ. അത് എത്ര ക്രൂരവും അതുപോലെ എത്ര നിർദ്ദയവുമായ ഒരു സംഗതിയാണ്. കേവല വിനോദമാണ് ജീവിതമെങ്കിൽ എന്തിനാണ് വെറുതെ മനുഷ്യർ പരസ്പരം പോരടിക്കുകയും രക്തം ചിന്തുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നത്? അതിൻ്റെ ഒന്നും കാര്യം ഇല്ലല്ലോ എന്നാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ, ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നാം സൃഷ്ടിച്ചത് ഇതൊക്കെ ഒരു തമാശക്കളി എന്നുള്ള നിലക്ക്, കേവലം കളിക്കോപ്പുണ്ടാക്കുന്നവൻ അല്ലെങ്കിൽ കളിയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ എന്ന നിലക്കാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയല്ല. നാം അങ്ങനെയല്ല ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ലൗ അറദ്ന,
നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലൗ അറദ്ന അൻ നത്തഖിദ ലഹ്വൻ, ഒരു തമാശ അല്ലെങ്കിൽ ഒരു വിനോദം ആവട്ടെ എന്നാണ് നാം ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ലത്തഖദ്നാഹു മിൻ ലദുന്ന, നാം അത് നമ്മുടെ തലത്തിൽ തന്നെ ആ വിനോദം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ചില കളിക്കോപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നാം അതില് വിനോദം കണ്ടെത്തുകയും ആനന്ദിക്കുകയും ചെയ്യുമായിരുന്നു. വിനോദമാണ് നാം ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ. ഇൻകുന്ന ഫായിലീൻ, തീർച്ചയായിട്ടും നാം അത് ചെയ്യുമായിരുന്നു. അതാണ് നമുക്ക് വേണ്ടിയിരുന്നതെങ്കിൽ. അപ്പൊ സൂചിപ്പിക്കപ്പെടുന്നത് കേവല വിനോദമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ദൈവിക താല്പര്യം എന്നുണ്ടായിരുന്നെങ്കിൽ, അതായിരുന്നു വസ്തുതയെങ്കിൽ ഇത്ര സങ്കീർണമായ ഒരു ലോകമൊന്നും പണിയേണ്ടിയിരുന്നില്ല. ഇത്ര അസാധാരണമായ ബുദ്ധിവൈഭവമുള്ള കാര്യങ്ങളെ വളരെ ആഴത്തിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ബുദ്ധി സാധ്യതകളുള്ള മനുഷ്യനെ പോലെയുള്ള സൃഷ്ടികളെയൊന്നും നാം ഈ ഭൂമുഖത്ത് വെക്കുമായിരുന്നില്ല, സൃഷ്ടിക്കുമായിരുന്നില്ല. എന്നിട്ട് അവർക്ക് നൂറ്റാണ്ടുകളുടെ ഗവേഷണം കൊണ്ട് പോലും കണ്ടെത്തി പഠന വിധേയമാക്കി തീർക്കാൻ കഴിയാത്ത അത്രയും വൈപുല്യമുള്ള സംഗതികൾ ഇവിടെ നിരത്തുകയും ചെയ്യുമായിരുന്നില്ല. കേവലം വിനോദമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. മനുഷ്യർക്കിടയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള ചേരിതിരിവും എന്നിട്ടുള്ള സംഘർഷങ്ങളും ഇതില്ലാത്തൊരു കാലവും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മനുഷ്യ ചരിത്രത്തിലുടനീളം മനുഷ്യര് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരുടെ ഒരു പക്ഷവും നിത്യക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ മറ്റൊരു പക്ഷവുമായിട്ട് വേർതിരിഞ്ഞ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലും സംഘർഷവും പോരാട്ടവും ഒക്കെ നിരന്തരം ചരിത്രത്തിലുടനീളം നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ കേവല വിനോദമാണ് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് തന്നെ സ്വന്തം ആവശ്യത്തിന് ചെയ്യാമായിരുന്നത് മാത്രമാണ്. വലൗ അറദ്ന അൻ നത്തഖിദ ലഹുവൻ, ഒരു നേരം പോക്ക്, ഒരു വിനോദം, ഒരു കളിതമാശയൊക്കെയാണ് നാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലത്തഖദ്നാഹു മിൻ ലദുന്ന, അത് നമ്മുടെ വകയായിട്ട് തന്നെ നാം ഒന്ന് ഉണ്ടാക്കുമായിരുന്നു. അതിന് ഇങ്ങനെ ഇത്രയും വിശാലവും വ്യാപ്തിയൊക്കെ ഉള്ള ഒരു പ്രപഞ്ച സംവിധാനവും ഈ വക സൃഷ്ടിജാലങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. ഇൻകുന്ന ഫായിലീൻ, അതാണ് നമുക്ക് വേണ്ടിയിരുന്നതെങ്കിൽ, അതാണ് ചെയ്യാൻ നാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ, അങ്ങനെ ഒരു സംഗതിയിലാണ് നമുക്ക് സംതൃപ്തിയും സന്തോഷവും ഉണ്ടായിരുന്നതെങ്കിൽ നാം അങ്ങനെയൊന്ന് ആ കളിതമാശക്ക് വേണ്ട ചില കളിക്കോപ്പുകളൊക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നാം. അപ്പൊ അള്ളാഹു അങ്ങനെ ഒരു വിനോദത്തിന് വേണ്ടി, കളിതമാശക്ക് വേണ്ടി, അള്ളാഹുവിന് ഒരു നേരത്തെ ആനന്ദമാവട്ടെ എന്നുള്ള നിലക്കല്ല ആകാശവും ഭൂമിയും ഒന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. മറിച്ച് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, നാം തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തെ, ആകാശത്തെ, ഭൂമിയെ, അവക്കിടയിലുള്ളതിനെ ഒക്കെ സൃഷ്ടിച്ചത് എന്തുദ്ദേശത്തിലാണ്? ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, നാം ബാത്തിലിനെ, മിഥ്യയെ ഹഖ് കൊണ്ട്, സത്യം കൊണ്ട് നാം പ്രഹരിക്കുകയാണ്. ബൽ നഖ്ദിഫു ബിൽ ഹഖ്, നാം സത്യം കൊണ്ട് മിഥ്യയുടെ മേൽ ഇടിക്കുകയാണ്. നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, വല്ലാത്ത ആഴവും ദാർശനികമായ സാധ്യതയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരായത്താണത്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, നമ്മുടെ രീതി അതല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ഹഖ് കൊണ്ട് ബാത്തിലിനെ നേരിടുക, പ്രഹരിക്കുക എന്നതാണ്. നഖ്ദിഫു എന്ന് പറഞ്ഞാൽ ഇടിക്കുക, അതുപോലെ എറിയുക എന്നൊക്കെയാണ്. ഹഖിനെ നാം ബാത്തിലിന്റെ നേരെ എറിയുന്നു, അല്ലെങ്കിൽ ഹഖിനെ കൊണ്ട് ബാത്തിലിനെ നാം ആക്രമിക്കുന്നു. ഇതാണ് നാം ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ തന്നെ
ലക്ഷ്യമായിട്ട് താല്പര്യമായിട്ട് വെച്ചിരിക്കുന്നത്. വൽ നഖ്ദിഫ്, ഇതൊരു വെറും കളിയല്ല, ഒരു ലാഭല്ല, ഒരു കളിതമാശക്ക് വേണ്ടി, വിനോദത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചതല്ല ഇത്. മറിച്ച് നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു, അതിന്റെ എന്നിട്ട് സത്യം കൊണ്ട് അസത്യത്തെ അല്ലെങ്കിൽ മിഥ്യയെ പ്രഹരിച്ച് നാം അതിന്റെ തല തകർക്കുന്നു എന്നാണ് ഇത്. പല ട്രാൻസ്ലേറ്റേഴ്സും ഇതിനെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുള്ളത്. സത്യത്തെ കൊണ്ട് നാം മിഥ്യയെ പ്രഹരിച്ചുകൊണ്ട്, ഇടിച്ചുകൊണ്ട് മിഥ്യയുടെ തല തകർക്കുന്നു എന്നാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നതായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. യദ്മഗുഹു എന്നാണ്. ദിമാഗ് എന്ന അറബി വാക്കിന്റെ അർത്ഥം ബ്രെയിൻ എന്നാണ്, തലച്ചോറ് എന്നാണ്. ദിമാഗ്, അതിൽ നിന്ന് വന്നതാണ് യദ്മഗു എന്ന ഈ ക്രിയാരൂപം. എന്ന് പറഞ്ഞാൽ ഇടിച്ച് തലച്ചോറ് പുറത്ത് ചാടിക്കുന്നു എന്ന് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം. അപ്പോ സത്യം കൊണ്ട് മിഥ്യയെ നേരിടാൻ സാഹചര്യം ഒരുക്കുകയും മിഥ്യയെ അതിന്റെ തല തകർക്കുകയും ചെയ്യുന്ന, അതിന്റെ സകല സാധ്യതയും ശക്തിയും തകർത്തു കളയുകയും ചെയ്യുന്നു എന്നതാണ് നാം ഇവിടെ ഒരുക്കിയിരിക്കുന്ന പ്രപഞ്ച സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഫൈദാ ഹുവ സാഹിഖുൻ, അപ്പോ ബാത്തില് നോക്കി നിൽക്കെ അങ്ങനെ നിഷ്പ്രഭമാവുകയും അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോ രണ്ട് ഫോഴ്സസ് ആണ് ഈ ഭൗതിക ലോകത്ത് നമ്മുടെ കൺമുന്നിലുള്ളത്. ഒന്ന് ഹക്കാണ്, മറ്റത് ബാത്തിലാണ്. ഹക്കാണ് ബാത്തിലിനെ നേരിടാനുള്ള കരുത്തുള്ള ഒരേ ഒരു ഫോഴ്സ്. ഹക്ക് കൊണ്ട് നമ്മൾ ബാത്തിലിനെ നേരിടുമ്പോൾ മാത്രമേ ബാത്തിൽ പരാജയപ്പെടുള്ളൂ. അർദ്ധസത്യങ്ങൾ കൊണ്ട് നമ്മൾ മിഥ്യയെ നേരിടാൻ ചെന്നാല് മിഥ്യ ആ അർദ്ധസത്യങ്ങളെ വിഴുങ്ങിക്കളയും. അർദ്ധസത്യങ്ങള് അതിന് യോഗ്യതയുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് നമുക്ക് ലോക ചരിത്രത്തിൽ പല തത്വശാസ്ത്രങ്ങളും തകർന്നടിഞ്ഞത്, പല ജീവിത ദർശനങ്ങളും തകർന്നടിഞ്ഞത് കാണാൻ സാധിക്കുന്നു. ഒരിക്കലും തന്നെ ഹക്ക് പൂർണ്ണമായി തകർന്നടിയുകയോ നിലംപരിശാവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യുകയില്ല. ചില ഘട്ടങ്ങളില് ആളുകള് ഹക്ക് സ്വീകരിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബാത്തിലിനെ നേരിടുകയും ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസപരമായ ദൗർബല്യങ്ങൾ കാരണമായിട്ട് ഹക്കിന് ചില അപജയങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും. പക്ഷെ ഒരിക്കലും തന്നെ ഹക്കിനെ പൂർണ്ണമായിട്ട് തകർത്തെറിയാൻ ബാത്തിലിന് സാധിക്കില്ല. അർദ്ധസത്യങ്ങളായിട്ട് ആണ്, അല്ലെങ്കിൽ പകുതി മാത്രമാണ് നമ്മൾ, ഭാഗികമായിട്ട് മാത്രമാണ് നമ്മൾ ഹക്കിനെ സ്വീകരിക്കുന്നത് എങ്കിൽ ബാത്തിലിനെ നേരിട്ട് നമുക്ക് വിജയം കൈവരിക്കാൻ സാധ്യമല്ല. ഹക്കിനെ അതിന്റെ പൂർണ്ണതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ബാത്തിലിനെ നേരിടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കി നിൽക്കെ കൺമുന്നില് അതിവിസ്മയകരമായ രീതിയിൽ ബാത്തിലിന്റെ കോട്ടകൾ തകർന്നു വീഴുന്നത് കാണാൻ സാധിക്കും. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് ശേഷം ഏതാണ്ട് 10 വർഷത്തിന്റെ താഴെയായിട്ട് 8 വർഷങ്ങൾ പിന്നിട്ട ഹിജ്റ വർഷത്തിലാണ് മക്ക വിജയിച്ചടക്കുന്നത്. അപ്പോ 8 വർഷം ഹിജ്റയ്ക്ക് ശേഷം പിന്നിടുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഏതൊരു ശക്തിയെയും ഏതൊരു സമൂഹത്തെയും സംവിധാനത്തെയും നേരിടാൻ കഴിയാതെയാണോ മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ശക്തിയെ, ആ ദുർഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വന്ന് അവയെ പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ലോകക്രമം തന്നെ തകർന്നു വീഴുകയാണ്. പിന്നീട് ചുരുങ്ങിയ കാലം കൊണ്ടാണ് റോമും പേർഷ്യയും ഒക്കെ സത്യത്തിന് കീഴ്പ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഈജിപ്റ്റ് ഇസ്ലാമിന്റെ പരിധിയിൽ വരുന്നു. അതുപോലെ പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിന് കീഴടങ്ങുന്നു. അതുപോലെ റോമൻ സാമ്രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും
ഇസ്ലാമിന്റെ ഭാഗമായി മാറുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അതിനെ തുടർന്നാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് സത്യം, ഹക്ക്, ബാത്തിലിനെ നേരിടാൻ അതിന്റെ പൂർണ്ണമായ സന്നദ്ധതയോടുകൂടി രംഗത്ത് വരുമ്പോ വളരെ വിസ്മയകരമായ രീതിയിൽ അവ തകർന്നു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്ക ഫത്ഹില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കൂടി മക്കയിലേക്ക് എത്തിയതോടുകൂടി ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും നിഗളിപ്പിന്റെയും ഒക്കെ ആൾരൂപങ്ങളായിരുന്ന ഇസ്ലാമിന്റെ പ്രതിയോഗികളായിട്ട് മക്കയിലുണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഓവർനൈറ്റ് ആയിട്ട് അപ്രത്യക്ഷമാവുകയുണ്ടായത്? അവരിൽ ഉണ്ടായിരുന്ന ജാഹിലിയത്തും അവരിൽ ഉണ്ടായിരുന്ന ബാത്തിലും ഒക്കെ എത്ര പെട്ടെന്നാണ് നിഷ്പ്രഭവും അതുപോലെ പ്രയോജനരഹിതവുമായി മാറി പത്തിമടക്കി കളഞ്ഞത് എന്നത് ചരിത്രത്തിൽ നമ്മളെല്ലാവരും കാണുകയുണ്ടായ ഒരു വസ്തുതയാണ്. അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെയാണ്. പ്രവാചകന്മാരാണ് സത്യത്തിന്റെ വാഗ്മികളായിട്ട്, സത്യത്തിന്റെ വാഹകരായിട്ട്, സത്യത്തിന്റെ ചാമ്പ്യൻസ് ആയിട്ട് രംഗത്ത് വരുന്ന ആളുകൾ. ഈ പ്രവാചകന്മാര് ഉയർത്തി പിടിക്കുന്ന സത്യത്തിനെ പിന്തുണച്ചുകൊണ്ട് ആ പ്രവാചകന്മാരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകള്, അങ്ങനെ അവര് ബാത്തിലിനെ നേരിടാൻ വേണ്ടി സന്നദ്ധരാവുന്നതോടുകൂടി അള്ളാഹു സത്യത്തെ കൊണ്ട് അസത്യത്തെ, മിഥ്യയെ പ്രഹരിക്കുകയാണ്. അങ്ങനെ തല തകർന്ന്, ശിരസ് തകർന്ന്, നമുക്കൊരു ഒരു മെറ്റഫർ അതിൽ അടങ്ങിയിട്ടുള്ളത് കാണാൻ കഴിയും. ഒരു അത്യുഗ്രൻ വിഷമുള്ള ഒരു വിഷസർപ്പത്തെ നേരിടുന്ന ഒരു ചിത്രം മനസ്സിൽ നിന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ അതിന്റെ തലയാണ് ആദ്യം തല്ലി തകർക്കുക. ഒരു വിഷസർപ്പം വലിയ ഭീഷണിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരിടുന്ന അതിന്റെ തല തല്ലി തകർത്ത് അതിന്റെ മസ്തിഷ്കം, തലച്ചോറ് പുറത്തു ചാടിക്കുന്ന വിധത്തിൽ അതിനെ തല്ലിക്കൊന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു ചിത്രം നമുക്ക് ഇതിന്റെ ഈ ആയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മെറ്റഫറായിട്ട് സങ്കല്പിക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിടെ പറയുന്ന ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, സത്യം കൊണ്ട് മിഥ്യയെ നാം, അസത്യത്തെ നാം പ്രഹരിക്കുന്നു, ഇടിക്കുന്നു. ഫയദ്മഗുഹു, ഇത് നാം ഇടിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു നേരിട്ട് ഇടിക്കുക എന്നൊന്നുമല്ല മനസ്സിലാക്കേണ്ടത്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ, അവർക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായവും പിൻബലവും ഉണ്ടാവും. അവര് അസത്യത്തെ, മിഥ്യയെ നേരിടുന്നു. അങ്ങനെ മിഥ്യയെ ഫയദ്മഗുഹു, അതിന്റെ തല തകർത്ത് കളയുന്നു, അതിന്റെ ശിരസ് തകർത്ത് കളയുന്നു, അതിന്റെ മസ്തിഷ്കം പുറത്ത് ചാടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നീട് തല പൊക്കാൻ കഴിയാത്ത വിധത്തില് അതിനെ അതിന്റെ സകല സാധ്യതകളെയും തകർത്ത് കളയുന്നു. ഫൈദാ ഹുവ സാഹിഖുൻ, അതോടെ അത് നിഷ്പ്രഭമാവുകയും ക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അത് നീങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് അതോടെ സംഭവിക്കുന്നത്. ഫൈദാ ഹുവ സാഹിഖുൻ, അപ്പോൾ അത് നോക്കി നിൽക്കെ അത് തിരോഭവിക്കുന്നു, അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുന്നു. നമ്മൾ ഈ വാക്ക് പറയുന്ന നേരത്തെ കണ്ടതാണ്. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് നേരത്തെ പഠിച്ചൊരു ഭാഗത്ത് അങ്ങനെ ഒരു ആയത്ത് നമ്മൾ കണ്ടതാണ്. പറയുക, സത്യം വന്നിരിക്കുന്നു, അസത്യം തിരോഭവിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അസത്യം തിരോഭവിക്കാനുള്ളതാണ്. അസത്യം പരാജയമടഞ്ഞ് അപ്രത്യക്ഷമാവാനുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം നമ്മൾ നേരത്തെ അല്ലാഹു പ്രസ്താവിക്കുന്ന കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഫൈദാ ഹുവ സാഹിഖുൻ, അപ്പോഴത് മിഥ്യ തകർന്നടിയുന്നു, തിരോഭവിക്കുന്നു. വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ, എന്നിട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങളിപ്പോ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണത്താൽ നിങ്ങൾക്ക് നാശമാണ്, നിങ്ങൾക്ക് വലിയ ദുർഗതിയാണുള്ളത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. സത്യത്തിനോടൊപ്പം പക്ഷം ചേരുക എന്നതാണ്, അസത്യത്തിനെതിരിലായിട്ട് നിലകൊള്ളുക എന്നതാണ് മനുഷ്യന്റെ സകല ബുദ്ധിപരവും ദൈക്ഷണികവും സർഗാത്മകവുമായ
കഴിവുകളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യന് ചെയ്യാനുള്ള കാര്യം അവന്റെ ബുദ്ധി പ്രയോജനപ്പെടുത്തിയിട്ട് അവന്റെ അപഗ്രഥന പാഠവും ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യം എന്തെന്ന് തിരിച്ചറിയലും എന്നിട്ട് സത്യത്തോടൊപ്പം നിലക്കൊള്ളലുമാണ് മനുഷ്യന് നിർവഹിക്കാനുള്ള ധർമ്മം. അത് മനുഷ്യൻ ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെത് ഒരു പാഴ്ജന്മമാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് അസത്യത്തിനെതിരില് സത്യത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് നിലക്കൊള്ളാനും പോരാടാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് ഫലശൂന്യമായ ഒരു പാഴ്ജന്മമാണ് എന്നതാണ് വസ്തുത. മനുഷ്യരിൽ പലരും ഇത് മനസ്സിലാക്കാതെ ഈ വിധത്തിൽ പാഴ്ജന്മമാക്കി മാറ്റുകയാണ് അവരുടെ അവസരങ്ങളെ എന്നതാണ് വസ്തുത. വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ എന്ന പ്രയോഗം നമുക്ക് പകർന്നു തരുന്ന ഒരു ആശയം അതാണ്. നിങ്ങളിപ്പോ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പല വിധത്തിലുള്ള വിവരണവും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ കഴിയുന്നത്. എന്നാൽ ഇതിന്റെ പരിണിതി എന്താണ്? വലക്കുമുൽ വൈൽ, നിങ്ങൾക്ക് സർവ്വവിധത്തിലുള്ള നാശമാണ്, പരാജയമാണ്, ദുർഗതിയാണ്, ദൗർഭാഗ്യമാണ്, ഭാഗ്യദോഷമാണ്. എന്ത് കാരണമായിട്ടാണ്? മിമ്മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, നിങ്ങൾ മുന്നോട്ട് വെച്ച വാദഗതികളും വിവരണവും ഒക്കെ കാരണമായിട്ട്. നിങ്ങൾ പലതും ഇങ്ങനെ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ വാദങ്ങളും ആശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നേടാനിരിക്കുന്നത് വൈല് മാത്രമാണ്. നിങ്ങൾ നേടാനിരിക്കുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യമായ ജീവിതത്തിന്റെ പരാജയവും ദുർഗതിയുമാണ് അതുകൊണ്ട് നിങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നത്. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു നിലപാട് ഉണ്ടാവേണ്ടതുണ്ട്. അവരൊരു ഒരു ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. അതിന് ജീവിതം എന്താണ് എന്നത് അവന് മനസ്സിലാക്കണം. ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പുറകിലുള്ള താല്പര്യം എന്താണ് എന്നത് അവന് തിരിച്ചറിയണം. അപ്പോഴാണ് ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ തന്നെ ലക്ഷ്യം അള്ളാഹു സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി കളമൊരുക്കലാണ് എന്നത് അവന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മിഥ്യക്കെതിരിൽ പോരാടുക എന്നതാണ് മനുഷ്യൻ ബുദ്ധിയും കഴിവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള കാര്യം. അത് തിരിച്ചറിയാത്ത ഒരാള് ഇവിടെ ചെയ്യുന്നതൊക്കെയും ഒരു കോമാളിയുടെ വേഷം കെട്ടല് മാത്രമാണ്. കാരണം അങ്ങനെയുള്ള ഒരു ആവശ്യത്തിനും വേണ്ടിയല്ല ഈ ജീവിതം നൽകപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാതെ ഒരാള് വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അയാള് ജീവിതത്തില് വിശ്രമമില്ലാതെ ഓടി നടക്കുന്നു, അധികാരം കൈയടക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നു, അതുപോലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇതിനൊക്കെ ഫലം എന്താണ്? ഇതൊക്കെ എത്ര തന്നെ നേടിയാലും നിശ്ചയിക്കപ്പെട്ട ഒരു അവധി എത്തുമ്പോ അവന് കണ്ണടച്ച് ചത്ത് ഇവിടുന്ന് ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമാകും. ഇതാണ് സംഭവിക്കാൻ പോണത്. അതോടുകൂടി തീർന്നു എന്നാണ് വസ്തുതയെങ്കിൽ കുഴപ്പമില്ല, അതിനൊന്നും വലിയ ഒരു തെറ്റ് പറയാൻ പറ്റില്ല. അതോടുകൂടി കണ്ണടക്കുന്നതോടുകൂടി മരണം പുൽകുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നതാണ് വസ്തുതയെങ്കിൽ അധികാരത്തിനു വേണ്ടിയും പദവിക്ക് വേണ്ടിയും സ്വാധീനത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും അതുപോലെ വലിയ തലയെടുപ്പ് കാണിക്കാൻ വേണ്ടിയൊക്കെ ഒരാള് അയാളുടെ ഊർജവും അവസരവും സമയവും ഒക്കെ ചെലവഴിച്ചത് തെറ്റായി പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ജീവിതം തന്നെയുള്ളൂ. മരണത്തോടെ എല്ലാം കഴിഞ്ഞു എന്നതാണ് എങ്കിൽ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നേടുന്നോ അത് മാത്രമാണ് നേട്ടം. എന്നാൽ ജീവിതം അതല്ല, അതിനപ്പുറത്തേക്ക് ചിലതുണ്ട് എന്നത് ഈ സംവിധാനങ്ങളുടെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവാചകന്മാര് ദൗത്യ നിർവഹണത്തിന് നിയോഗിക്കപ്പെടുകയുണ്ടായതും ദൈവിക ഗ്രന്ഥങ്ങള് മനുഷ്യരിലേക്ക് എത്തിക്കപ്പെട്ടതും ഒക്കെ തന്നെ. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും ഈ
പ്രപഞ്ച സംവിധാനം സത്യവും മിഥ്യയും തമ്മിൽ, ഹക്കും ബാത്തിലും തമ്മിലുള്ള ഒരു സംഘട്ടനത്തിന് വേണ്ടി ആര് സ്വബോധത്തോടുകൂടി സ്വന്തം തിരിച്ചറിവോടുകൂടി സത്യത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുകയും ബാത്തിലിനെതിരിൽ പോരാടുകയും ചെയ്യുന്നുവോ അവരാണ് വിജയം വരിക്കുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രയത്നമായിരിക്കും അയാൾ നടത്തുക. അങ്ങനെയാവുമ്പോ അതൊരു കോമാളി വേഷം കെട്ടലാവില്ല. മറിച്ച് അത് തിരിച്ചറിയാതെ എന്ത് നേട്ടം ഇവിടെ കൈവരിക്കുകയാണെങ്കിലും അത് അയാള് അബദ്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കോമാളി വേഷത്തിന്റെ ഒരു ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അതോടെ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുമെങ്കിൽ ഓക്കെ, അത് തിരക്കിടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അതോടെ തീരുന്നില്ല എങ്കിൽ കണ്ണ് ചിമ്മുന്നതോടുകൂടി വിജയത്തിന്റെ മാനദണ്ഡം നമ്മൾ ഇവിടെ കണ്ടതാവില്ല. നമ്മളിപ്പോ അച്ചീവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വലിയ നേട്ടങ്ങൾ കൊയ്ത ആളുകളായിട്ട് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാറുണ്ട് പലരെയും. യഥാർത്ഥത്തിൽ അവരാണോ പുരസ്കാരം അർഹിക്കുന്ന ആളുകൾ? അവരാണോ അച്ചീവേഴ്സ്? അവർക്ക് പലപ്പോഴും ഈ ഭൗതിക ജീവിതം മാത്രമാണ് ജീവിതം എന്ന് ധരിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും ഉണ്ടാവുക. ആ നിലക്ക് കോമാളി വേഷങ്ങൾ കെട്ടിക്കൊണ്ട് നിറഞ്ഞാടുകയായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അത് രാഷ്ട്രീയത്തിലായാലും മതവേദിയിലായാലും സാമൂഹ്യ പ്രവർത്തന രംഗത്തായാലും ഒക്കെ ഇങ്ങനെ കോമാളി വേഷങ്ങൾ കെട്ടുന്ന ധാരാളം ആളുകളുണ്ട്. ജീവിതം എന്താണ് എന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കോമാളി വേഷങ്ങൾ കെട്ടാനല്ല താല്പര്യമുണ്ടാവുക. മറിച്ച് മരണശേഷം മനുഷ്യന് പ്രയോജനപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് നിലകൊണ്ട് ബാത്തിലിനെതിരിൽ പോരാടുന്നതിലായിരിക്കും അവര് പ്രതിബദ്ധത കാണിക്കുകയും ആവേശം കാണിക്കുകയും ഒക്കെ ചെയ്യും. മറിച്ച് അങ്ങനെയുള്ള യാതൊരു അടിത്തറയും ഇല്ലാത്ത വിധത്തില് ഈ ഭൗതിക ലോകത്ത് സെലിബ്രിറ്റി ആവാൻ, പ്രസിദ്ധി നേടാൻ, വലിയ സ്വാധീനമുള്ള ആളായി മാറാൻ, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ ഒരാൾ മുന്നേറുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അയാള് ജീവിതം തിരിച്ചറിയാത്തത് കൊണ്ടുള്ള വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിടെ പറയുന്നത്, വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ. നിങ്ങൾ ഈ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണമായി നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുർഗതിയാണ്, ഏറ്റവും വലിയ അഭിശപ്തമായ ഒരു പരിണിതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈലാണുള്ളത്. വൈല് എന്നത് നരകത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ മുഫസ്സിറുകൾ വിവരിക്കുന്നത് കാണാം. ക്ലാസിക്കൽ മുഫസ്സിറുകൾ അങ്ങനെയുള്ള എളുപ്പ വിവരണങ്ങൾ നടത്തി കാണാൻ കഴിയും. നരകത്തിലെ ഒരു ഭാഗമാണ്, അതിൽ തെറ്റൊന്നുമില്ല. അതിന്റെ പരിണിതിയായിട്ട് അവരെത്തിച്ചേരാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഭാഗം, നരകത്തിന്റെ ഒരു ഭാഗത്താണ് എന്ന വിധത്തിൽ മനസ്സിലാക്കുന്നതിൽ അബദ്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുർഗതിയാണ്, ദുരന്തമാണ് നിങ്ങളുടെ കാര്യത്തിൽ വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മൂഢമായ, അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ജീവിതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാണ്. അതാണ് അള്ളാഹു ജീവിതം കൊണ്ട്, ഈ പ്രപഞ്ച സംവിധാനം കൊണ്ട് തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നത് തിരിച്ചറിയാതെയാണ് നിങ്ങൾ ഇവിടെ വേഷം കെട്ടുന്നതും നിറഞ്ഞാടുന്നതും എന്നതാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം. സൂര്യൻ സത്യമാണ്, നക്ഷത്രങ്ങൾ സത്യമാണ്, ചന്ദ്രൻ സത്യമാണ്, പ്രപഞ്ചത്തിലെ സകല സംവിധാനങ്ങളും ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു അടിക്കടി പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ അണുവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യത്യസ്തമായി ബാത്തിലിലേക്ക് ചായാനുള്ള കഴിവും സാധ്യതയും നൽകപ്പെട്ട വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ. അവന് ഹക്കിനോടൊപ്പം നിലകൊള്ളാം, അതേപോലെ തന്നെ ബാത്തിലിനോട് ഒട്ടി നിൽക്കുകയും ചെയ്യാം. അത് മനുഷ്യന്റെ സാധ്യതയാണ്. അപ്പോ പ്രപഞ്ചം അള്ളാഹു ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് എപ്പോഴെങ്കിലും ബാത്തിലിന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ അവിടെ ഹക്ക് തലപൊക്കുകയും ആ ബാത്തിലിനെ നേരിടാൻ വേണ്ടിയുള്ള സംഘർഷവും പോരാട്ടവും ഒക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ
സമീപകാലത്ത് ഒരു വീഡിയോ, ഒരു ഒരു റിപ്പോർട്ട്, പൗരാണിക ഈജിപ്തിലെ ചക്രവർത്തിയായിരുന്ന ഫറോവ, മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ഫിറഔൻ, അയാളുടെ ഒരു രൂപം, അയാളുടെ ഒരു ചിത്രം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട്. അതില് മഹാനായ ചക്രവർത്തി, ഈജിപ്ഷ്യൻ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ വാഴ്ത്തുന്നത് കാണുമ്പോ നമുക്ക് വലിയ വിധത്തിൽ ചിരിക്കാനാണ് തോന്നുന്നത്. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങി എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ഏറ്റവും വലിയ സ്വാധീനമുണ്ടായിരുന്ന, ഏറ്റവും വലിയ അധികാരം കൈയാളിയിരുന്ന, അങ്ങേയറ്റത്തെ മഹത്വം ഉണ്ടായിരുന്ന ഒരാള് ഒരു ചക്രവർത്തി എന്ന നിലക്ക് പരിചയപ്പെടുത്തുകയാണ് പടിഞ്ഞാറൻ ശാസ്ത്രജ്ഞരും അതുപോലെ ചിന്തകരും ഒക്കെ കൈകോർത്തുകൊണ്ട് അവര് ഈ ഫിറോവിന്റെ രൂപം, ചിത്രം പുനരാവിഷ്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ നടത്തുന്നത്. അപ്പോ എന്താണ് ഇവര് വിജയത്തിന്റെ നിദാനമായിട്ട് കണ്ടിട്ടുള്ളത്? ജനങ്ങളെ അടക്കി വാഴുക എന്നതും അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് മനുഷ്യർക്ക് നേരെ ഏറ്റവും കിരാതമായ അവരുടെ അക്രമമർദ്ദനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുക, അതിന് കരുത്ത് ഉണ്ടാവുക, അവസരം ഉണ്ടാവുക എന്നതൊക്കെയാണോ അവര് വിജയമായിട്ട് കാണുന്നത്? യഥാർത്ഥത്തിൽ അയാളെ ഏറ്റുവാങ്ങിയത് ഏറ്റവും വലിയ പരാജയമാണ്. അപ്പോ ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ മണ്ടത്തരം അവർ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും തന്നെ ഏറ്റവും അക്രമിയായ, ഏറ്റവും സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരി അയാളുടെ ജീവിതാവസാനം വരെ വളരെ വിലമതിക്കപ്പെട്ട ജനങ്ങള് സെലിബ്രേറ്റ് ചെയ്യുന്ന, ജനങ്ങൾ തലയിലേറ്റി നടക്കുന്ന ഒരു കാഴ്ചയല്ല നമുക്ക് കാണാൻ കഴിയും. സമഗ്രാധിപതികൾ രംഗത്ത് വന്ന് അവരുടെ കാലത്ത് തന്നെ, അവരുടെ ആയുഷ്കാലത്ത് തന്നെ അവര് പ്രതിനിധാനം ചെയ്ത ആ ബാത്തിലിനെ നേരിടാൻ ഹക്കിന്റെ ഒരു ശക്തി രംഗത്ത് വരുന്നത് കാണാൻ കഴിയും. അങ്ങനെ അവരുടെ കാലത്ത് തന്നെ അവര് കടപുഴക്കി എറിയപ്പെടും. നമ്മളത് കാണുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്രമികളും മർദ്ദകരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന സകല സ്വേച്ഛാധിപതികളും സകല ഫാഷിസ്റ്റുകളും അങ്ങനെ ഒരു അനുഭവം ഏറ്റുവാങ്ങിക്കൊണ്ട് മാത്രമാണ് ഭൂമുഖത്തുനിന്ന് നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സത്യത്തെ മിഥ്യ വളരെ കൂടുതലായിട്ടുള്ള സ്വാധീനവും കരുത്തും ശക്തിയും ഒക്കെ ആർജിച്ചു വരുന്നത് ചരിത്രത്തിന്റെ ഒരു അവസാനമാണ്, ഒരു ഒടുക്കമാണ് എന്ന് ആരും കരുതണ്ട. യഥാർത്ഥത്തിൽ സത്യം ശക്തി ആർജിച്ചുകൊണ്ട് സത്യത്തോടൊപ്പം നിലകൊള്ളുന്ന ആളുകൾ കരുത്ത് നേടിക്കൊണ്ട് അവര് രംഗത്ത് വരും. എന്നിട്ട് മിഥ്യയെ തകർത്തെറിയും. ഇതാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു പ്രവണതയും സാധ്യതയും എന്നത് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സ്വേച്ഛാധിപതികളുടെയും ചരിത്രം പരിശോധിച്ചു നോക്കും. അവരെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് കടപുഴക്കി എറിയുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. ഒരു സ്വേച്ഛാധിപതി പോലും ഇതിന് അപവാദമായിട്ട് കാണാൻ സാധ്യമല്ല. അപ്പോ മിഥ്യയെ നേരിടുകയും സത്യത്തിന്റെ പിൻബലത്തോടു കൂടി മിഥ്യയെ തകർത്തെറിയുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്, സ്വബോധമുള്ള ദിശാബോധമുള്ള മനുഷ്യന് നിർവഹിക്കാനുള്ള ദൗത്യം എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വെറും തമാശക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല. ഈ ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളത് ഒന്നും തന്നെയും കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ ദിശാബോധത്തോടു കൂടിയും തന്നെയും സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ. ഇതൊരു തമാശയാണ്, നമുക്ക് അങ്ങനെ വീണ് കിട്ടിയ ഒരു കളിക്കും വിനോദത്തിനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. അത് പരമാവധി ആനന്ദിച്ച് നമ്മൾ ആഘോഷിച്ച് സന്തോഷിച്ച് ജീവിതം അങ്ങ് തീർത്ത് കളയാം. അത് ജീവിതത്തിന് ഒടുക്കമുണ്ടാകുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന വിധത്തിലാണ് ജീവിതത്തെ സങ്കല്പിക്കുന്നതെങ്കിൽ കൂട്ടരെ ഇത്ര സങ്കീർണമായ ഒരു സംവിധാനമൊന്നും ഇവിടെ വേണ്ടിയിരുന്നില്ല. എന്തിനാണ് ഇത്രയേറെ സംഘടനകള്, ഏറ്റുമുട്ടല്, യുദ്ധം, പോരാട്ടം ഒക്കെ ഉണ്ടാകേണ്ടി വരുന്ന വിധത്തില് ഈ ലോകത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്? എന്തിനാണ് ഒരുപാട് ദുർബലരും പാവങ്ങളും അവശരുമായ ആളുകള് ഇവിടെ ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവണത്? അതൊന്നും വേണ്ടതുണ്ടായിരുന്നില്ല. ചില കളിക്കുവപ്പുകൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച്
ചില കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ച് അതങ്ങനെ അതുകൊണ്ട് കളിച്ച് ആനന്ദിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ല നാം അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. മറിച്ച് സത്യത്തെ കൊണ്ട് മിഥ്യയെ ഇടിച്ച് അതിന്റെ തലമണ്ട തകർക്കുക എന്നത് നാം ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം. നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, ഹക്കിനെ കൊണ്ട് നാം ബാത്തിലിനെ ഇടിച്ച് ഫയദ്മഗുഹു, എന്നിട്ട് അതിന്റെ മസ്തിഷ്കം പുറത്തു ചാടിക്കുന്ന വിധത്തിൽ അതിന്റെ തല തകർത്തു കളയുന്നു. ഈ ഒരു സംഘട്ടനം, സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനം. അപ്പൊ ആരും തെറ്റായ ഒരു ധാരണ വെച്ചുകൊണ്ട് സത്യം മിഥ്യ ഇവിടെ വളരുമ്പോ, അസത്യവും അധർമ്മവും അക്രമവും ഇവിടെ വളരുമ്പോ നമ്മൾ എങ്ങനെ മാറി നിന്ന് സ്വസ്ഥമായി സ്വകാര്യമായി മാളത്തിൽ എങ്ങനെ ഇരുന്നെല്ലാം നോക്കി നിന്നാൽ മതി എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയല്ല വേണ്ടത്. അതിനുവേണ്ടിയല്ല അള്ളാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത്. മിഥ്യ ശക്തി ആർജിച്ച് അപ്രതിരോധ്യമായി മാറുന്നത് കാണുമ്പോ ചടകുടഞ്ഞ് എണീറ്റ് അതിനെ നേരിടാനുള്ള കരുത്ത് കാണിക്കുന്ന ആളുകളാണ് സത്യത്തിന്റെ വാഹകര്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവര് എന്നൊരു കാര്യം അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അസത്യം ഇവിടെ വളരുകയാണ്. ഒരു പർവ്വതം പോലെ അത് വളർന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആർക്കും നേരിടാൻ പറ്റാത്ത വിധത്തില്, ആർക്കും തടയാൻ പറ്റാത്ത വിധത്തില്, ആർക്കും തല്ലി ഓടിക്കാൻ പറ്റാത്ത വിധത്തില് മിഥ്യ അങ്ങനെ തലയെടുപ്പോടുകൂടി എണീറ്റ് നിൽക്കുന്നു. സത്യമോ കാണാൻ എവിടെയും പറ്റാത്ത വിധത്തിൽ മാളത്തിൽ ഒളിക്കുകയും ചെയ്യുന്നു. അതാണോ അള്ളാഹു ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്? അങ്ങനെ കരുതുന്ന ചില അബദ്ധങ്ങളുടെ ധാരണകളുമായി നടക്കുന്ന വിശ്വാസികളുണ്ട്. അങ്ങനെയുള്ള പള്ളിപ്രസംഗങ്ങളും കേൾക്കാൻ സാധിക്കും. യഥാർത്ഥത്തില് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെ അകക്കാമ്പ് ഉൾക്കൊള്ളാതെയാണ് ഈ ആളുകള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യത്തിനെ പ്രതിനിധാനം ചെയ്യലല്ല, അവര് മിഥ്യയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നത് അവര് പോലും മനസ്സിലാക്കുന്നില്ല. മിഥ്യക്ക് എതിരിൽ കരുത്താർജിച്ചുകൊണ്ട് ശക്തി നേടിക്കൊണ്ട് കരുത്തും ബലവും ഒക്കെ കാണിച്ചുകൊണ്ട് തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുകയും അതിനെ നേരിടാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുക എന്നതാണ് സത്യത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുന്നവര് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിലി ഫയദ്മഗുഹു, ഹഖ് കൊണ്ട് നാം ബാത്തിലിനെ ഇടിക്കുന്നു, എന്നിട്ട് അതിന്റെ തല തകർക്കുന്നു. ഇത് അള്ളാഹു ഇടിക്കുകയും അള്ളാഹു തല തകർക്കുകയും ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. അള്ളാഹു ഇത് മനുഷ്യര് മുഖേനയാണ് നിർവഹിക്കുക. ഖുർആനിൽ അതിന് ധാരാളം തെളിവുകൾ കാണാൻ കഴിയും. അള്ളാഹു നേരിട്ട് വന്ന് മിഥ്യയെ തകർക്കുകയല്ല ചെയ്യുക. അതിന് സത്യവിശ്വാസികളായ സത്യത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുന്ന ആളുകളെ അവർക്ക് പിൻബലം നൽകിക്കൊണ്ട് അള്ളാഹു ഒരുക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. നമ്മൾ ഫലസ്തീനില് ഗസയില് കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. ലോകശക്തികളുടെ പിൻബലത്തോടു കൂടി ഒരു പോക്കിരി രാജ്യം അവരെ വിഴുങ്ങിക്കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവര് ഇത്രയും നിസ്തുലമായ വിധത്തിലുള്ള സമർപ്പണ ബോധത്തോടു കൂടി ജീവന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ ആ ബാത്തിലിനെ നേരിടാൻ രംഗത്ത് വന്നുകൊണ്ട് അവര് പോരാട്ടത്തിന് മുതിർന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യം എന്നതിന് യാതൊരു സംശയവുമില്ല. മാളത്തിൽ പോയി ഒളിക്കുക എന്നത് സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു സംഗതിയല്ല എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലൗ അറദ്ന അൻ നത്തഖിദ ലഹുവൻ ലത്തഖദ്നാഹു മിൻ ലദുന്ന ഇൻ കുന്നാ ഫാഇലീൻ. നാം അങ്ങനെ ഒരു വിനോദവും കളിയും ഒക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനു പറ്റിയ ചില കളിക്കോപ്പുകളൊക്കെ സ്വന്തം നിലയ്ക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചങ്ങ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അതല്ല, അങ്ങനെ ഒരു കളിയും വിനോദവും അല്ല നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിലി ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ്. അങ്ങനെയുള്ള ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ബാത്തിലിന്റെ തല തകർക്കപ്പെടും, അത് നിഷ്പ്രഭമാവുകയും അപ്രത്യക്ഷമാവുകയും ഒക്കെ ചെയ്യും. വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ.
ഈ ഒരു കാര്യമല്ലാത്ത അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ദുർഗതി മാത്രമാണ്, വൈല് മാത്രമാണ് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അംബിയയിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഹക്കിനു വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി പോരാടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറ്റുമാറാവട്ടെ. വിജയം കണ്ടെത്തുന്നത് വരെ സത്യമാർഗത്തിൽ നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.